ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 25 ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ ഒട്ടനവധി പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ്. നോക്കാം എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്ന്. നിഫ്റ്റി 26,000 മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ IT സെക്ടർ, അതേപോലെ ഫിനാൻസ് സെക്ടർ ഓൾറെഡി അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഫോറിനേഴ്സിൻ്റെ. അതിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനിലുള്ള ഒരു സാധ്യത എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും, മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു സോണിൽ നമുക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു കൺസോളിഡേഷൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ശേഷം അതൊരു ഹയർ സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് തരാനാണ് സാധ്യത. അത് ഒന്ന് ഓർത്തിരിക്കുക. മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ നിൽക്കുന്ന 26,000 എന്ന ആ ലെവലിൻ്റെ മുകളിൽ ഒന്ന് പൊങ്ങി കിട്ടിക്കഴിഞ്ഞാൽ 26,500 എന്നത് 1 or 2 ഡേയ്സ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു കൺസോൾട്ടേഷൻ ലെവല് നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിനൊരു പുൾ ബാക്കിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ 25,900 വരെയൊക്കെ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോകാനാണ് സാധ്യത. അതിൽ കൂടുതൽ വലിയൊരു ഇടിവൊന്നും കാണുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒരു ന്യൂസിൻ്റെ ബേസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകണം. ദെൻ ഇന്ന് മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ ആദ്യ വാരം മുതൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ അതിൻ്റെ ടാക്സ് വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ 0.0625 ആണുള്ളത്. അത് 0.1 ആയിട്ട് സ്ട്രൈറ്റ് അവേ വർദ്ധിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 100 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് 1 രൂപയല്ല 10 പൈസ അതിൻ്റെ മുകളിൽ ടാക്സ് വരും. ഇത് മറ്റ് ചാർജസിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഇത് വരുന്നതാണ്. അത് ഒന്നുകൂടി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ലോട്ട് സൈസിലേക്ക് മാറ്റുമ്പോൾ 2.5 രൂപയോളം അതായത് 25 ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 2.5 രൂപയോളം ഇത് വരും. നമുക്ക് ഈ STT മാത്രം വരും. പ്ലസ് ഇവരുടെ ബ്രോക്കറേജ് ചാർജ് 20 രൂപ അതുണ്ട്. അങ്ങനെയുള്ള നമ്മൾ GST, സ്റ്റേറ്റിൻ്റെ ടാക്സ് എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ശരാശരി 100 രൂപ റേഞ്ചിലുള്ളതൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബൈങ്ങിന് 33 രൂപ 35 രൂപയൊക്കെയാണ് ശരാശരി ഒരു ചാർജ് വരുന്നത്. ഇനി അതൊരു 38 ഒരു ലോട്ട് വാങ്ങിക്കും 38 40 രൂപയൊക്കെ ആയേക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ ഒക്ടോബർ മുതൽ വരാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും റീറ്റെയിലേഴ്സിന് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുറംചട്ടയിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ എല്ലാവരും കാണുന്നത് റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് FNO ട്രേഡിങ്ങിൽ. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. കാരണം ഇത്രയധികം പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആരും ഇത് ഒഴിവാക്കി പോകും എന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചാർജസ് 100 രൂപയായാലും നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാക്കും. ഒരു വർഷം കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അതുപോലെ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് 1,20,000 കോടി രൂപയാണ് റീറ്റെയിലേഴ്സിൻ്റെത്, അതായത് ഒറ്റയായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടേത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിഗ് പ്ലെയേഴ്സ് മാർക്കറ്റിൽ വലിയ കളികൾ നടത്തുമ്പം റീറ്റെയിലേഴ്സ് അതിനകത്ത് പെട്ടുപോവുകയാണ്. അതാണ് സത്യാവസ്ഥ. ഇവിടെ റീറ്റെയിലേഴ്സ് എന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രേഡർ എന്ന കൺസെപ്റ്റ് മാറി നിങ്ങൾ ഒരു ബിസിനസ്, നിങ്ങളൊരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം, ഇന്നലെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്ത് ടൈപ്പ് സംവിധാനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ഒരു വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ വേട്ടയാടുന്ന ഈ കാലത്ത് നിങ്ങൾ റീറ്റെയിലറായി നിൽക്കാതെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുക എന്നുള്ളത് വലിയൊരു ചിന്തിക്കേണ്ട ഒരു ഭയങ്കരമായിട്ടുള്ള, അതായത് നമ്മൾ SIP ഒക്കെ വരുന്ന കാലത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് കുറച്ച് ആൾക്കാർ SIP ചെയ്തിട്ട് ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിജയം കണ്ടപ്പോഴാണ് മറ്റുള്ളവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന രീതിയിലേക്ക്
മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് പ്രായം വർദ്ധിക്കും തോറും നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അത്രയേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരു വിധത്തിലുള്ള കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവങ്ങളോ ഇതിൽ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിലത്തോട്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഒരു ഇൻഡിവിജ്വൽ എന്നതിനപ്പുറത്ത് ഞാനൊരു ബിസിനസ്സിൽ പാർട്ട്ണറായി നിന്നുകൊണ്ട് അവിടെ നമ്മൾ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവരാണ് ആ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ഊഹക്കച്ചവടം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇങ്ങനെയുള്ള ഇൻട്രാഡേ ആക്ടിവിറ്റീസ് അതിനകത്ത് വളരെ കുറവ് പെർസെൻറ്റേജ് വൈസ് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ പെർസെൻറ്റേജ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായിട്ട് മാറുക. പിന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ അവരുടെ ആ കമ്പനിയുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും രജിസ്ട്രേഷനും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്കും അതിനകത്ത് ചെയ്യാം. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സന്തോഷിക്കാൻ വക തരുന്ന കാര്യങ്ങളായിരിക്കും ഇത്തരം ബിസിനസ് സെറ്റപ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ ഒരു സ്ഥാപനം അവിടെ ഉണ്ടാവണം. പിന്നെ ഇത് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇന്നലെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, ഇതെല്ലാവരും കൂടി കാശ് ഒരുത്തൻ്റെ കൊടുത്ത് ട്രേഡ് ചെയ്തിട്ട് അവനതും കൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ അവന് കാശുണ്ടാക്കാൻ നല്ലൊരു വഴിയാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. പൊന്നു സഹോദര, ഇതൊക്കെ പൊട്ടത്തരമാണ് ഈ പറയുന്നത്. അതിനേക്കാൾ ഹാർഡായ ലാംഗ്വേജ് ഉപയോഗിക്കാൻ എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ഒരു കമ്പനി ഇന്ത്യയിലെ നിയമപ്രകാരം പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏത് തന്നെ ആയാലും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരൊക്കെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായിട്ട് വന്നിരിക്കണം നിർബന്ധമായിട്ട്. നിങ്ങളത് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ഒരു കമ്പനിയുടെ കറൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. ആ കറൻറ്റ് അക്കൗണ്ടിൽ പൈസ പിൻവലിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആരൊക്കെയാണ് ആ ബാങ്ക് അക്കൗണ്ടിൽ ആ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ സൈൻ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പിന്നെ തട്ടിപ്പ് ഇപ്പം ഡിജിറ്റൽ മോഷണം വരെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നടന്നേക്കാം. അതല്ലാതെ അങ്ങനെ ഒരു ലഘൂകരിച്ച് കാണാതിരിക്കുക ഇത്തരം പരിപാടികൾ. ഞാൻ സമയം ഒരുപാട് കളയുന്നില്ല. സരോദയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് 40 മുതൽ 60% വരെയുള്ള നഷ്ടമാണ് വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റെഗുലേറ്ററിയുടെ ഈ ചേഞ്ചസ്, ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സരോദ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അവർക്ക് ഉള്ള വരുമാനത്തിൽ നല്ലൊരു ഡിപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ദെൻ ഇന്ന് സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഈസി ട്രിപ്പ്, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ, MCX, ഡെൽറ്റ കോർപ്പറേഷൻ, അപ്പോളോ, സിന്ദൂരി ഹോട്ടൽസ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡേഴ്സിനായിട്ടുള്ളത്. ഗോൾഡിൻ്റെ റേറ്റ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. $2,661. അതായത് ഇന്ത്യയിൽ 57,000 രൂപയോളം എത്തിയിരിക്കുകയാണ് ഗോൾഡിൻ്റെ പ്രൈസ്. വളരെ എന്താ പറയുക, അമ്മാതിരി പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഒരു പവൻ എന്നത് 1,00,000 രൂപ എന്ന രീതിയിലേക്ക് പോകും. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഞാനിങ്ങനെ ഒരു കുട്ടികൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അവിടെ പാരൻസ് പറയുന്നിട്ട് സ്വർണത്തിന് ഇത്രയൊക്കെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കല്യാണങ്ങൾ എങ്ങനെയാണ് നടത്തി കൊടുക്കുക, പെൺകുട്ടികളുള്ളവർ 2-3 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുക എന്ന്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി അപ്പോൾ ചോദിച്ചത്, എന്തിനാ ഈ കല്യാണം കഴിക്കുമ്പോൾ സ്വർണം കൊടുക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം, അത് കൊടുക്കാതിരുന്നുകൂടെ? അതെന്തിനാണ്? അതുകൊണ്ടല്ലേ ഈ തല്ലിക്കൊല്ലലും പീഡനമൊക്കെ ഉണ്ടാകുന്നത്? അത് നിങ്ങൾക്ക് കൊടുക്കാതിരുന്നുകൂടെ എന്ന ഒരു ചോദ്യം അവിടെ വന്നു. കുട്ടികൾ ചിന്തിക്കുന്നത് ആ രീതിയിലേക്കാണ്. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ 2 മനസ്സുകൾ തമ്മിൽ യോജിക്കുന്ന ഒരു പരിപാടി. അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തികമായ ഇടപാടില്ലാത്ത രീതിയിലേക്ക് ഇതൊരു +2 ലെവലിലുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ രീതിയിലാണ്. പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം ഉള്ളത്, ഒരു ഗോൾഡ് ഒരു വീട്ടിൽ നിന്നും ഒരു കല്യാണ സമയത്ത് ഓർണമെൻറ്റ് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അത് ലൈഫ് ടൈമിലേക്കുള്ള ഒരു സമ്പത്താണ്. അവൾക്ക് ഇവിടെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവൾക്ക് ട്രീറ്റ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ വീട് വെക്കാനായാലും അല്ലെങ്കിൽ എന്തൊരാവശ്യത്തിനായാലും അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സമ്പത്താണ്. പൈസയായിട്ട് അല്ലെങ്കിൽ FD ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പല കാരണങ്ങൾക്കും പെട്ടെന്ന്
വിഡ്രോവൽ നടക്കും. ആഭരണങ്ങളായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഭരണങ്ങൾ വർഷങ്ങളോളം അവർ ഉപയോഗിക്കും. പിന്നീട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ അവർക്കത് പ്ലഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ ഒക്കെ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല സ്വർണ്ണത്തിന് വില വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു 96-ൽ 1 ലക്ഷം രൂപയുടെ സ്വർണ്ണമൊക്കെ കൊടുത്തവർ ഇപ്പോൾ അതിന് ഒരു 25-30 ലക്ഷം രൂപയായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ കണക്കല്ല. എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ് കേരളത്തിലെ കല്യാണങ്ങളും സ്വർണത്തിൻ്റെ ആവശ്യകതയും എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ഗ്രീനാണ്. യൂറോപ്യൻ മാർക്കറ്റും കംപ്ലീറ്റ്ലി ഗ്രീനായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ നിക്കി STI ഒഴികെ ബാക്കി എല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി മൂവ്മെൻ്റാണ് ഇന്നലെ മാർക്കറ്റ് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 25,983-ലാണ്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 937-ലാണ്. ഏകദേശം 46 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ദെൻ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,924-ലാണ്. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 13 പോയിന്റ് താഴെയാണ്. ഏകദേശം 60 പോയിന്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 60 പോയിന്റ് താഴെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് തിരിച്ച് കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗ്ലോബൽ ഡാറ്റ ഇന്ന് വരാനുള്ളത് US API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഓസ്ട്രേലിയ മന്ത്ലി CPI ഇൻഡിക്കേറ്റർ, സൗദി അറേബ്യ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഡാറ്റ, US ന്യൂ ഹോം സെയിൽസ്. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് വരാനുള്ളത്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ബസാർ സ്റ്റൈൽ റീറ്റെയിൽ. ഞാനിത് ഇൻട്രാഡേ സ്റ്റോക്കുകളെ കുറിച്ച് പറയുമ്പോൾ ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ FNO ബാനിൽ വന്നിരിക്കുന്ന ABFRL, ആദിത്യ ബിർള ഫാഷൻസ്, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, ഐഡിയ, IEX ഇത്രയും സ്റ്റോക്കുകളാണ് FNO ബാനിൽ ഇന്ന് വന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,784 രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,868 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ 1,084 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ഈ മാസം ഇതുവരെയായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് 40,911 കോടി രൂപയുടെ ഒരു ബൈയിങ് ആണ് നടന്നിരിക്കുന്നത്. മാർക്കറ്റിൽ അത്രയധികം പണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പമ്പ് ചെയ്തിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. മാർക്കറ്റ് അതുപോലെ കയറി വന്നിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് 1000 പോയിൻ്റൊക്കെ നിഫ്റ്റി കയറിയിട്ടുണ്ട്. സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നിഫ്റ്റി ഇന്നലെ 25,921 സ്റ്റാർട്ട് ചെയ്തു. 18 പോയിന്റ് മുന്നേറ്റത്തിൽ 25,940 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 534 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഈ മാസത്തിൽ 607 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്കുള്ളത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. സോ നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ദെൻ ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 13.39-ലാണ്. പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ 1.37 ആണ്. നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ നല്ല സൂപ്പർ ബുള്ളിഷായിട്ടാണ് നിൽക്കുന്നത്. കോൾ സൈഡിൽ 26,098 ലക്ഷം കോളാണ് റൈറ്റിംഗ് ഉള്ളത്. അതേപോലെ പുട്ട് സൈഡിൽ 25,500 87 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ 1.37 ഉള്ളത് മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്നത്. കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 142 പോയിന്റിൻ്റെ ഒരു നഷ്ടം ഉണ്ടാക്കിയത്. ഫിൻ നിഫ്റ്റി 76 പോയിന്റിൻ്റെ ഒരു നഷ്ടം ഉണ്ടാക്കി. സെൻസെക്സ് 53 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 58 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. ഇന്നലെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഘോരം പ്രസംഗിച്ചതുപോലെ വല്ലതും നടന്നോ എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ നോട്ട് റേറ്റ് സോണിലേക്ക് കയറിപ്പോയി. യെസ്റ്റർഡേ ഹൈ ഒരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞ യെസ്റ്റർഡേ ഹൈയിലേക്ക് പോയി. അവിടുന്ന് റിജക്ഷനായി വീണ്ടും നോട്ട് റേറ്റ് സോണിൽ വന്നു. പക്ഷേ എല്ലാവരും ഇന്നലെ എന്നോട് സംസാരിച്ചവരൊക്കെ ഇന്നലെ ലോസിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ എല്ലാവരും പറയുന്നത് ഒരു 50% ലോസ് റിക്കവർ ചെയ്യാൻ ഈ ഒരൊറ്റ ക്യാൻഡിൽ 2.25 വന്നിരിക്കുന്ന ആ ഒരു സ്പൈക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. കാരണം 37 രൂപയിൽ നിന്ന് 100 രൂപയിലേക്കൊക്കെ, അതായത് 37 രൂപയുള്ളത് 187 രൂപയിലേക്ക് ആ ഓപ്ഷൻ്റെ പ്രീമിയം കയറിപ്പോയി. ഒറ്റ മിനിറ്റ് കൊണ്ടാണിത്. എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 3-4 മിനിറ്റ് കൊണ്ട് തിരിച്ചത് പഴയ 37 രൂപയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ 100 രൂപയിലും 150 രൂപയിലൊക്കെ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. 40 രൂപ 35 രൂപ 40 രൂപ റേഞ്ചിൽ എൻട്രി എടുത്തിട്ട്
150 രൂപയൊക്കെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അപാരമായ ഒരു മുന്നേറ്റം തന്നെയാണ്. ആ രീതിയിൽ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇത് സഹായിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു മാർക്കറ്റായിരുന്നു ഇന്നലത്തത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന്. നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നോ ട്രേഡ് സോൺ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് CPR തന്നെയാണ് നമുക്ക് നോ ട്രേഡ് സോൺ വരുന്നത്. ഈ ഒരു സോൺ അതായത് 54,076 മുതൽ 54,04 വരെയുള്ള ഒരു 73 പോയിന്റിൻ്റെ ഒരു 72 പോയിന്റിൻ്റെ ഒരു സോണാണ് നമ്മൾ നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഒരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാനുള്ളത് യെസ്റ്റർഡേ ഹൈയിലാണ്. അതായത് 54,247 278 എന്ന ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇവിടെ വെച്ച് റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി മാർക്കറ്റ് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സോണിൽ, അതായത് 54,350 381 എന്ന 31 പോയിന്റിൻ്റെ ഈ സോണിൽ വെച്ച് മാർക്കറ്റിന് റിജക്ഷൻ ഉണ്ടാവും. ഇതാണ് ഫൈനൽ ഇന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു സോൺ. ഇനി താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിന് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാനുള്ളത് യെസ്റ്റർഡേ ലോയിൽ തന്നെയാണ്. അതായത് 53,941 904 എന്ന 37 പോയിന്റിൻ്റെ ഈ ഒരു സോണിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. യെസ്റ്റർഡേ ലോയിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അവിടെ നിന്നായിരിക്കും യാത്ര തുടങ്ങുക എന്നെനിക്ക് തോന്നുന്നു, ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും യെസ്റ്റർഡേ ലോയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ നല്ല സുഖമാണ്. ഇനി ഫോൾ ആണെങ്കിൽ ഇന്ന് 53,587 എന്ന ഈ ലെവൽ ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകിൽ 54,350 കിട്ടിയേക്കാം, അല്ലെങ്കിൽ 53,587 കിട്ടിയേക്കാം. രണ്ടിലേതെങ്കിലും ഒരു ലെവല് മാർക്കറ്റ് ഇന്ന് നമുക്ക് തരും. പിന്നെ നിഫ്റ്റിയിൽ നാരോ CPR ആണ്, അതുകൊണ്ട് നല്ലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു സംഭവം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നിഫ്റ്റിയും സെൻസെക്സ് അങ്ങനെ മേജർ ഇൻഡെക്സുകൾ ശരിക്കും ബുള്ളിഷാണ്. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാൻ നിൽക്കുകയാണ്. പക്ഷേ ഫിനാൻസ് സൈഡിലുള്ള ഈ രണ്ടെണ്ണം, അതായത് ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് അത് ശ്രമിക്കുന്നത്. സോ അവിടെ ഒരു കുഴപ്പം സംഭവിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഫിനാൻസ് സെക്ടറിലും IT-യിലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അത് തന്നെയാണ് നടക്കുന്നത്. ഇതിനകത്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കയറാൻ വിടാതെ തന്നെ അതിനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു കാര്യം, അതായത് നിഫ്റ്റി മുകളിലോട്ടും ഇത് താഴോട്ടും എന്ന് പറയുന്ന ആ രീതിയിലേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് കൺഫ്യൂസ് ആവും. അവർ പല രീതിയിൽ മാറി മാറി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ഒരു അൺസർട്ടനിറ്റി രൂപപ്പെടും അതോടുകൂടി. അതാണ് പ്രശ്നം. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.